ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് മാത്രം ആരാധന എന്നുള്ളതായ വിഷയമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശോര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ളതായ കാര്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ തിരുവചനം പഠിക്കുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമേ ആരെ ആരാധിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനേക വിഗ്രഹങ്ങളുണ്ട്, അനേക മനുഷ്യ ദൈവങ്ങളുണ്ട്. അപ്പോൾ ആർക്കാണ് ആരാധന കൊടുക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ചവനായ, നമ്മെ നിർമ്മിച്ചവനായ ആ സ്വർഗീയ പിതാവിന് മാത്രമേ നമ്മുടെ ആരാധന കൊടുക്കുവാൻ പാടുള്ളൂ എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാത്രം ആരാധന കൊടുക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്നതായ ഒരു നല്ല അനുഭവമാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെക്കാൾ ഉപരിയായി നാം എന്തിനെ സ്നേഹിക്കുന്നോ അതൊക്കെയും വിഗ്രഹാരാധനയാകുന്നുവെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത്. ജലത്തിലുള്ളതോ ജലത്തിനടിയിലുള്ളതോ ആകാശത്തിലുള്ളതോ അതിന് മേളിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏകദൈവമായ ആ ദൈവത്തിന് മാത്രം ആരാധന കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്തുതിയും മഹത്വവും ആരാധനയും അത് സ്വീകരിപ്പാൻ യോഗ്യനായ കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുക്കണമെന്ന് തീർച്ചയായും ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റ് ഉള്ള ആരും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടില്ല. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തത്തോളം കാൽവരി ക്രൂശിൽ ഊറ്റിക്കൊടുത്തിട്ടില്ല. മറ്റേതൊക്കെയും സ്വയം അവകാശപ്പെടുന്നു ഞങ്ങൾ ദൈവങ്ങളാണ് എന്ന് അവർ പറയുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമാണ് തുറന്നു കിടക്കുന്നത്. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, രണ്ടാമതെയും കടന്നു വരുമെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിശ്ചയമായും നാം വിഗ്രഹാരാധികളായി തീരല്ല. നാം ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ് വിശുദ്ധന്മാരെ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വെറുക്കുന്നതായ വലിയൊരു കാര്യമാണ് ഈജിപ്തിലൊക്കെയും അല്ലെ ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്നാണ് ഈ വിഗ്രഹാരാധനയൊക്കെയും ഈ ലോകമെമ്പാടും വ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. തങ്ങളെക്കാൾ എന്തിനെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അഗ്നിക്കാണ് ഞങ്ങളെക്കാൾ ശക്തി എന്ന് തോന്നിയാൽ അതൊരു ദൈവമായിട്ട് അവർ അതിനെ ആരാധിക്കുന്നു. കൊടുങ്കാറ്റിനാണ് തങ്ങളെക്കാൾ ശക്തി എന്ന് മനസ്സിലാക്കിയാൽ അതിനെ ആരാധിക്കുന്നതായ, ചില രാജാക്കന്മാരെ ആരാധിക്കുന്നതായ സ്വഭാവം, ചില ദേവീ ദേവന്മാരെ ആരാധിക്കുന്നതായ സ്വഭാവം, ഇതൊക്കെയും മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ആദ്യകാലം മുതലേ കണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം, യഹോവയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അപ്പോൾ അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന് ആ ജീവൻ നൽകിയവനായ ആ ദൈവത്തെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. മറ്റൊന്നിനെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമില്ല. നാം മനുഷ്യരെ ബഹുമാനിക്കണം, മറ്റേ അധികാരത്തിലിരിക്കുന്നവരെ ബഹുമാനിക്കണം, പക്ഷേ ഒരിക്കലും ആരാധിക്കേണ്ടതായ ആവശ്യമില്ല എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിത്തീരുമ്പോൾ ആ യഹോവയ്ക്ക് മാത്രം സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നാം അവൻ്റെ പാദപീഠത്തിലായിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയപ്പോൾ ആ യഹോവയെ മാത്രം ആരാധിക്കണമെന്നുള്ളതായ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരായിരുന്നത്. അതുകൊണ്ടാണ് മോശ ബാബിലോണിൽ നിന്നും ആ അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനത്തെ ആരാധിപ്പാൻ
വിട്ടയക്കുക എന്ന് ഫറവോനോട് ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവസാനം അനേക ബാധകൾ അയച്ച് 10ാമത്തെ ബാധയും അയച്ചതിന് ശേഷം ഇസ്രായേൽ ജനം അവിടുന്ന് തൻ്റെ ജനത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം മോശ അവരെ നയിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഗ്രഹാരാധനയിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടിവെച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുകയാണ്. അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറപ്പാട് 24:1 പ്രകാരം പറഞ്ഞു, യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറയുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അപ്പോൾ യഹോവ സ്വന്തം കൈവിരലുകൊണ്ട് എഴുതി തന്നതായ ദൈവത്തിന്റെ കൽപ്പന മോശ ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവിടെ വായിക്കുകയും അതിന്റെ ചട്ടങ്ങളും വിധികളും അവരെ ഓർമ്മപ്പെടുത്തുകയും ഇപ്രകാരം ശബ്ദം അനുസരിക്കണം, ഇന്നുള്ള യാഗങ്ങൾ നിങ്ങൾ അർപ്പിക്കണം എന്നൊക്കെയും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ 10 കൽപ്പനയുടെ പൊരുള് ന്യായപ്രകാരം വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ജനമൊക്കെയും ഏകശബ്ദത്തോടെ പറയുകയാണ്, ഇതൊക്കെയും ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും അവർ അനുസരിക്കുവാൻ മനസ്സോടുകൂടെ അവർ അനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ നിയമപുസ്തകത്തിൽ, മോശയുടെ നിയമപുസ്തകത്തിലൊക്കെയും അനേക നടപടിക്രമങ്ങൾ 600 ചില്ലുവാനും എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയും ആ ജനത്തിന് ദോഷകരമായി ഭവിപ്പാനല്ല, അവർ നേരായ വഴിയിലൂടെ സഞ്ചരിച്ച് ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ആ റൂട്ടിലേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണമാണ് ഈ നിയമങ്ങളൊക്കെയും ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും ഏകസത്യമായ ആ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയും ദൈവത്തിന് മാത്രം ആരാധന കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ ജീവിതത്തിൽ മഹാഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന് മാത്രം ആരാധന കൊടുത്തുകൊണ്ട് ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി തീർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ ആ ശബ്ദം കേട്ട് നമുക്ക് അവനോടുകൂടെ ആയിരിക്കാൻ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഇന്നാൾ ഞങ്ങളെ കേൾപ്പിച്ചതായ വചനത്തിനായി സ്തോത്രം. കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ വചനം അയച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുക്കണം. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകിക്കൊടുത്ത് തുടർന്നും അവരുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ട് അടിയങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.